Okay, good afternoon all. അപ്പോൾ ഇന്ന് നമ്മൾ കർവിൻ്റെ അടുത്തൊരു പോർഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് എലമെന്റ്സ് ഓഫ് എ സർക്കുലർ കർവ് ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ എലമെന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം ഞാൻ അടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ. ഓക്കെ, ബാക്ക് ടാൻജന്റ്, ഫോർവേഡ് ടാൻജന്റ്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അങ്ങനെ നമ്മൾ ഈ ഓരോ എലമെന്റ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലേക്ക് ആ ഒരു എലമെന്റ് വരണം. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ ഈ ഒരു സംഭവം പഠിക്കാൻ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, ബാക്ക് ടാൻജന്റ് എന്താണെന്ന് ആലോചിക്കുക. നമ്മൾ കർവ് വരച്ചു, അതിന്റെ ബാക്കിലേക്ക് നമ്മൾ ആ ഒരു പോയിന്റ്, നമ്മുടെ ആ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിന്റെ ബാക്കിലേക്ക് വരയ്ക്കുന്ന ടാൻജന്റ് ആണ്. അതിനാണ് നമ്മൾ ഫസ്റ്റ് ടാൻജന്റ് എന്ന് പറയുന്നത്. ദെൻ ഫോർവേഡ് ടാൻജന്റ് എന്ന് പറയുന്ന കർവ് അവസാനിക്കുന്ന പോയിന്റിന് നമ്മൾ മുന്നിലേക്ക് വരയ്ക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ ഫോർവേഡ് ടാൻജന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ടാൻജന്റ് എന്ന് പറയുന്നത്. ദെൻ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടാൻജന്റും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലെ, ആപ്പെക്സിലായിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ രണ്ട് ടാൻജന്റും കൂടി മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ പോയിന്റ് ഓഫ് കമൻസ്മെന്റ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കർവ്, പോയിന്റ് ഓഫ് കമൻസ്മെന്റ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഈ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ്. ദെൻ പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറയുന്നത് ഇതാണ്ട് ഇവിടെ T2 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ കർവ് അവസാനിക്കുന്ന ആ പോയിന്റ്. ഈ പോയിന്റ് ഓഫ് ടാൻജൻസിയിലാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ഫോർവേഡ് ടാൻജന്റ് വരയ്ക്കുന്നത്. ദെൻ ടാൻജന്റ് ഡിസ്റ്റൻസ് എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുണ്ട്, ഈ ഒരു T1I എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, ഈ T1I എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ടാൻജന്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ലെങ്ത് ഓഫ് കർവ്, ഈ കർവ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ കർവിന്റെ ലെങ്ത് ആണ് ലെങ്ത് ഓഫ് കർവ് എന്ന് പറയുന്നത്. ദെൻ ലോങ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T1ഉം T2ഉം തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു ലോങ് കോഡ്, ഈ കോഡിനെയാണ് നമ്മൾ ലോങ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ വരയ്ക്കുന്ന കർവിന് നമ്മൾ കർവ് എന്ന് പറയുന്നു അല്ലെ. ദെൻ മിഡ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കർവിന്റെ സെന്ററും അതുപോലെ തന്നെ ലോങ് കോഡിന്റെ സെന്ററും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെ. ദെൻ നോർമൽ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഈ ഒരു ആർക്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ലെങ്ത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നമ്മൾ ഈ കർവ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കർവ് എൻഡ് ചെയ്യുമ്പോഴും അവിടെ നമുക്ക് കിട്ടുന്ന കോഡ് ലെങ്ത് കുറവായിരിക്കും. അപ്പൊ നമ്മൾ അതിന് എന്ത് പറയും, നോർമൽ കോഡിനേക്കാളും കുറവായത് കാരണം നമ്മൾ ഇതിന് സബ് കോഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ ഓരോ എലമെന്റ്സും നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് വൺ, ലെങ്ത് ഓഫ് കർവ്. ലെങ്ത് ഓഫ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് നോക്കുക. റൈറ്റ് സൈഡിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഫിഗർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ കർവ്. ഈ കർവ് എന്ന് പറയുന്നത് ഒരു ഹോൾ സർക്കിളിന്റെ ഒരു പോർഷൻ ആണ്. ഓക്കെ, ഹോൾ സർക്കിളിന്റെ ഒരു പോർഷൻ ആണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ കാണുന്ന ഈ ഒരു ഫിഗറിനെ നമ്മൾ എന്ത് പറയും, സെക്ടർ എന്ന് പറയും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ, പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫോമിനെയാണ് എന്ത് പറയുന്നത്, സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ സെക്ടറിന്റെ ഈ ഒരു കർവ് പോർഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പെരിമീറ്റർ പോലെ വരും. പെരിമീറ്റർ ഫുൾ ആയിട്ടില്ല. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ സെക്ടറിന്റെ ഈ രണ്ട് റേഡിയസും കൂടെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഈ ആർക്ക് ലെങ്ത് മാത്രം മതി. അപ്പൊ സെക്ടറിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് r ഇൻറ്റു തീറ്റയാണ്. അതായത് ഈ റേഡിയസ് ഓഫ് ദ കർവ് ഇൻറ്റു തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇൻക്ലൂഡഡ് ആംഗിൾ. ഓക്കെ, ഇവിടെ നമ്മൾ ഫൈ എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, r ഇൻറ്റു ഫൈ എന്ന് പറയാം. ഫൈ നമ്മൾ എപ്പോഴും റേഡിയനിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അത് കാരണം അതായത് സെക്ടറിന്റെ കേസിൽ നമ്മൾ ഫൈ എപ്പോഴും റേഡിയനിലാണ് പറയാം. അപ്പൊ നമുക്ക് ഈ ഫൈനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ π/180 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും കൂടെ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവിടെ ലെങ്ത് ഓഫ് കർവ് T1C T2 ഇതാണ്ട് T1C T2 എന്ന് പറയുന്ന ഈ ലെങ്ത് ഓഫ് കർവ് നമ്മൾ എന്ത് ചെയ്തത്,
r5 into pi by 180 എഴുതിയത്. അങ്ങനെ ആലോചിക്കുക. അപ്പൊ നമുക്ക് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. സെക്ടറിന്റെ ആർക്ക് ലെങ്ത് എന്താണ്? r into 5. ആ 5 എന്ന് പറയുന്നത് എന്തിലാണ്? റേഡിയനിലാണ്. അപ്പൊ ആ റേഡിയനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പൈ ബൈ 180 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും കൂടെ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ബിക്കംസ് r5 into pi by 180. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടാൻജന്റ് ലെങ്ത് ആണ്. ടാൻജന്റ് ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാൻജന്റ് ലെങ്ത് എന്താണ്? ഇതാണ്ട് ഇവിടെ നമ്മുടെ ഈ പോയിന്റ് ഓഫ് കമൻസ്മെന്റ് തൊട്ടിട്ട് നമ്മുടെ ഈ ഇന്റർസെക്ഷൻ വരെയുള്ള ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജന്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ടാൻജന്റ് ലെങ്തിനുള്ള ഇക്വേഷൻ r into tan 5/2 ആണ്. അപ്പൊ നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യേണ്ട, പകരം ഈ ഫിഗർ നിങ്ങൾ ഒന്ന് മനസ്സിൽ കൃത്യമായിട്ടൊന്ന് രേഖപ്പെടുത്തി വെക്കുക. കാരണം ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിരിക്കും ഇതൊരു ആർക്കാണ് അല്ലേ? ഈ ആർക്കിലൂടെ നമ്മൾ ആർക്കിന്റെ ഈ ഒരു ആർക്ക് തുടങ്ങുന്ന പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ടാൻജന്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജന്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു പോയിന്റ് ഓഫ് കമൻസ്മെന്റ് തൊട്ടിട്ട് ഇന്റർസെക്ഷൻ വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കമൻസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതെന്താണ്? ഇത് റേഡിയസ് ഓഫ് കർവ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ആ സെന്ററിലൂടെ വരയ്ക്കുന്ന നമ്മുടെ ഈ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെയും അതുപോലെ തന്നെ കർവിന്റെ സെന്ററേയും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈനാണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കൂ. ഇതെന്താണ്? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ബിക്കോസ് എന്താണ്? നമ്മുടെ ഈ ഒരു ടാൻജന്റ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്ടോ ഈ ഒരു റേഡിയസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മൾ ടാൻജന്റ് എപ്പോഴും അങ്ങനെയല്ലേ വരയ്ക്കുക? പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക. അപ്പൊ എന്താണ്ടോ ഈ ഒരു റേഡിയസിനെ വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ ടാൻജന്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഹൈപ്പോട്ന്യൂസ് ആയിട്ട് വരും. ഓക്കെ, ഇത് അഡ്ജസന്റ് സൈഡ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസന്റ് സൈഡ്, ഇത് ഹൈപ്പോട്ന്യൂസ്. അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഒബ്റ്റെയിൻ ചെയ്തു അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈ ആംഗിൾ എത്രയാണ്? ഈ ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ നമ്മൾ 5 എന്നാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 5. ഓക്കെ, അപ്പൊ നമുക്കിതിനെ 5 എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈക്വലി ആണ് ഈ ഒരു സെക്ടറിനെ ഡിവൈഡ് ചെയ്യുന്നത്. ദിസ് ലൈൻ ഡിവൈഡ്സ് ദ സെക്ടർ ഈക്വൽ പോർഷൻസ്, 2 ഈക്വൽ പോർഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ടോട്ടലി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള 5 എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? 5/2 എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഈ 5 ബിക്കംസ് 5/2. ഈ 5 എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? അത് ഞാനൊന്ന് പറയാട്ടോ. അതിന്റെ മുന്നേ നമുക്ക് ഇതാണ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡ് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ആണ്. പിന്നെ നമുക്കൊരു അറിയാവുന്ന വശം എന്ന് പറയുന്നത് അതിന്റെ അഡ്ജസന്റ് സൈഡ് ആണ്. അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും വരുന്ന റിലേഷൻ ഏതാണ്? ടാൻ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ടാൻ 5/2 എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ടാൻ 5/2 which is equal to നമ്മുടെ ഈ ടാൻജന്റ് ലെങ്ത് അല്ലെ? ടാൻജന്റ് ലെങ്ത് നമുക്ക് ടി എന്ന് പറയാം. ടാൻജന്റ് ലെങ്ത് ടി ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ടാൻജന്റ് ലെങ്ത് ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ടാൻ 5/2 ഇൻറ്റു ആർ. ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ടാൻ 5/2 ഇൻറ്റു ആർ. ഓക്കെ, അതിന്റെ മുന്നേ എങ്ങനെയാണ് ഇവിടെ 5? ഇവിടെയും 5 ആണ്, ഈ ആംഗിൾ 5 ആണ്, അതേപോലെ തന്നെ ഈ ആംഗിളും 5 ആണ്. കണ്ടോ? ഇതാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്ന ആംഗിൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ രണ്ട് ലൈൻസ് ദാണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, T1I ആൻഡ് I-T2. ഓക്കെ, ഈ T1I എന്ന് പറയുന്നത് എന്താണ്? പ്രിസീഡിംഗ് ലൈൻ ആണ് അല്ലെ? ഇതാണ് ഫോർവേഡ് ലൈൻ. അപ്പൊ പ്രിസീഡിംഗ് ലൈനിന്റെ പ്രൊലോങ്ങേഷനും ഫോർവേഡ് ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഡിഫ്ലക്ഷൻ ആംഗിൾ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? അതുകൊണ്ടാണ് ഇതിനെ ഡിഫ്ലക്ഷൻ ആംഗിൾ ഫൈ എന്ന് പറയുന്നത്. ഈ ഡിഫ്ലക്ഷൻ ആംഗിൾ ആയിരിക്കും നമുക്ക് തരിക. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് തരും? ഈ ആംഗിൾ ഓഫ് ഇന്റർസെക്ഷനും തരും. ഓക്കെ, ഇത് നമുക്കൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒന്ന് ഡിഫ്ലക്ഷൻ ആംഗിൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരും? ഈ ഒരു ഇന്റർസെക്റ്റിംഗ് ആംഗിൾ തരും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ ഫൈ ആയിരുന്നു എടുത്തു. അപ്പൊ എങ്ങനെയാ ഇവിടെയും ഫൈ വന്നത്? നിങ്ങളൊന്ന് നോക്കുക.
ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. കാരണം എന്താണ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇതാണ്ട് നമ്മുടെ ഈ ഫോർവേഡ് ടാൻജന്റ് ഉണ്ടല്ലോ, അതിങ്ങനെ ബാക്കിലേക്ക് മുന്നിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ടുള്ളതിന്റെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫോർവേഡ് ടാൻജന്റ് ബാക്കിലേക്ക് പ്രൊജക്ട് ചെയ്ത് തമ്മിലുള്ള ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്നത്, ഡിഫ്ലക്ഷൻ ആംഗിൾ. നമ്മുടെ ഈ ടാൻജന്റ് എന്ന് പറയുന്നത് ഈ ആറിന് പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ ലൈനിനും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെയായിരിക്കും അതിന്റെ പെർപെൻഡിക്കുലേഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, ഏതെങ്കിലും രണ്ട് ലൈൻ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു ആംഗിള് എന്ന് പറയുന്നത് ആ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രണ്ട് ലൈൻസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് അത്ര ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് അത് എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് കാരണം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഡിഫ്ലക്ഷൻ ആംഗിൾ ഫൈ എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഇൻക്ലൂഡഡ് ആംഗിളും ഫൈ എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ അതിന്റെ ഒരു കൺസെപ്റ്റ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് കോഡ് എൽ. ലെങ്ത് ഓഫ് കോഡ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഈ ലോങ് കോഡിനെയാണ് നമ്മൾ ജസ്റ്റ് സിംപ്ലി കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ലെങ്ത് ഓഫ് കോഡ് T1 T2. ഈ T1 T2ന്റെ ലെങ്ത് നമുക്ക് ഇതിനെ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരെണ്ണത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ലെങ്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. ഇതുണ്ട്, ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുണ്ടോ, ഈ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഇയാള് T1 D എന്ന് പറയുന്ന ഈ ഒരു സൈഡ്. ഇത് 90 ഡിഗ്രി ആണ്. ദെൻ ഇത് ഹൈപ്പോട്ട്ന്യൂസ് ആയിട്ട് വരും. അതേപോലെ തന്നെ ഇത് എന്തായിട്ട് വരും? അതിന്റെ അഡ്ജസന്റ് സൈഡ് ആയിട്ട് വരും. അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസന്റ് സൈഡും അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പോട്ട്ന്യൂസും അതുപോലെ തന്നെ അഡ്ജസന്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ആണല്ലേ, ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ട്ന്യൂസും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. അതെന്താണ്? സൈൻ ആണല്ലേ. സൈൻ 5/2 is equal to എന്തെഴുതാം നമുക്ക്? സൈൻ 5/2 is equal to ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ 5/2 is equal to ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? T1 D, അതായത് നമ്മുടെ ലെങ്ത് ഓഫ് കോഡിന്റെ പകുതി. ഓക്കെ, അപ്പൊ നമുക്ക് T1 D എന്ന് എഴുതാം. T1 D ഡിവൈഡഡ് ബൈ എന്ത് വരും? 6 അല്ലെ? ഹൈപ്പോട്ട്ന്യൂസ് 6. എന്താ നമ്മുടെ സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ഹൈപ്പോട്ട്ന്യൂസ് അല്ലേ? എതിർവശം ബൈ കർണം അല്ലെ? എതിർവശം ബൈ കർണം എന്ന് ഉദ്ദേശിക്കുന്നത് എതിർവശം T1 D ആണ്, കർണം എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ നമുക്ക് എതിർവശം ബൈ കർണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ 5/2 എന്ന് എഴുതാം. അതിനകത്ത് നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് T1 D യുടെ ലെങ്ത് ആണ്. അപ്പൊ എന്തെഴുതാം? 6 × സൈൻ 5/2 എന്ന് എഴുതാം. 6 × സൈൻ 5/2 എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഹാഫ് ഓഫ് ദ കോഡാണ്. അപ്പോ നമുക്ക് വേണ്ടത് എന്താണ്? ഫുൾ കോഡാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്താൽ മതി? × 2 ചെയ്താൽ മതി. കാരണം ഇത് രണ്ടും സിമെട്രിക്കൽ ആണ്, നമുക്ക് ഈക്വൽ ആയിട്ടാണ്. T1 D is equal to T2 D. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണ്. അത് കാരണം നമുക്ക് എന്താ പറയാം? 2 × R sin 5/2 എന്ന് പറയാം. ഓക്കെ, ലെങ്ത് ഓഫ് കോഡ് is equal to 2 × R sin 5/2. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് അപ്പെക്സ് ഡിസ്റ്റൻസ് ഓർ എക്സ്റ്റേണൽ ഡിസ്റ്റൻസ്. അപ്പെക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്ടോ, നമ്മുടെ ഈ സെന്റർ ഓഫ് ദ കർവും അതേപോലെ തന്നെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പെക്സ് ഡിസ്റ്റൻസ് ഓർ എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അറിയാവുന്ന ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അറിയാവുന്ന ഡിസ്റ്റൻസുകൾ ഏതൊക്കെയാണ്? ഈ ടോട്ടൽ ലെങ്ത്, ഈ ഒരു ടോട്ടൽ ലെങ്ത്തിൽ നിന്നും നമ്മുടെ ഈ റേഡിയസ് ഓഫ് കർവ് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാണ് നമ്മുടെ റേഡിയസ് ഓഫ് കർവ് അല്ലെ? ഈ റേഡിയസ് ഓഫ് കർവ് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും?
ഈ അപെക്സ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ ടോട്ടൽ OI മൈനസ് OC ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? IC എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപെക്സ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു CI which is equal to IO മൈനസ് CO. ഇതിനകത്ത് ഈ IO എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ട്രിഗ്നോമെട്രിക് റിലേഷൻഷിപ്പ് വെച്ചിട്ട് കണ്ടുപിടിച്ചൂടെ? ഏതാണ്ട് ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു which is 90 ഡിഗ്രി. അപ്പൊ ആ 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലെ? അപ്പോ ഹൈപ്പോട്ന്യൂസും ഈ ഒരു റേഡിയസും വെച്ചിട്ട് നമുക്കൊരു റിലേഷൻ കണ്ടുപിടിക്കാം. ഹൈപ്പോട്ന്യൂസും റേഡിയസും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹൈപ്പോട്ന്യൂസ്, റേഡിയസ് എന്ന് പറയുന്നത് അതിന് എന്താണ്? അതിന്റെ അഡ്ജസന്റ് സൈഡ് ആണ്. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ കണ്ടോ ഈ തീറ്റനെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ പറയുന്നത്. തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ആണ് R എന്ന് പറയുന്ന ഈ ഒരു സൈഡ്. ഓക്കെ, അപ്പൊ അഡ്ജസന്റ് സൈഡും അതേപോലെ തന്നെ ഹൈപ്പോട്ന്യൂസും വരുന്ന റിലേഷൻ ഏതാണ്? കോസ് ആണ് അല്ലെ? അപ്പൊ കോസ് 5/2 നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 5/2 is equal to എന്താണ്? കോസ് 5/2 adjacent side R divided by hypotenuse എന്ന് പറയുന്നത് OI അല്ലെ? ഞാൻ OI എന്ന് എഴുതാണ് കേട്ടോ. OI എന്ന് എഴുതാം. അതിനകത്ത് OI എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? OI is equal to R divided by cos 5/2. Cos 5/2. R divided by cos 5/2. അപ്പൊ ഇതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഭംഗിയിൽ എഴുതിയതാണ്. അതായത് നമുക്ക് കാണാനുള്ള കുറച്ചുകൂടി സുഖത്തിന് വേണ്ടിയിട്ടാണ് എന്ത് എഴുതിയത്? 1/cos 5/2നെ ആക്ച്വലി എന്താ വായിക്കുക? R into 1/cos 5/2 ആണ് അല്ലെ? അപ്പൊ ഈ 1/cos 5/2 നമുക്ക് എന്ത് പറയാം? sec 5/2 എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് എഴുതിയത്? R sec 5/2 എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്കിവിടെ IO എന്ന് പറയുന്നത് R sec 5/2 എന്ന് എഴുതാം. sec 5/2. ഓക്കെ, R sec 5/2. അപ്പൊ IO എന്ന് പറയുന്നത് എന്ത് കിട്ടി? R sec 5/2 ആണ്. Then CO എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ദ കർവ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? which is R. അപ്പൊ നമുക്ക് ഇന്ന് R കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഔട്ട് സൈഡ് എടുക്കുക. Then R into sec 5/2 minus 1 എന്ന് വന്നു. ഓക്കെ, അപ്പൊ അപെക്സ് ഡിസ്റ്റൻസ് ഓർ എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് E എന്ന് പറയുന്നത് എന്ത് കിട്ടി? R into sec 5/2 minus 1. Then അടുത്തത് മിഡ് ഓർഡിനേറ്റ് M. മിഡ് ഓർഡിനേറ്റ് M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ CD ഡിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ? എന്താ മിഡ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോങ് കോഡിന്റെ സെന്ററും അതേപോലെ തന്നെ കർവിന്റെ സെന്ററും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മിഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മിഡ് ഓർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഈ ലെങ്ത് എടുത്താൽ മതി അല്ലേ? ടോട്ടൽ റേഡിയസിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ മതി. ടോട്ടൽ റേഡിയസിൽ നിന്നും OD എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് അല്ലെ? OD എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് CD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടും. എന്താ നമ്മൾ ചെയ്യുന്നത്? CO മൈനസ് DO. CO മൈനസ് DO ചെയ്തിട്ടുണ്ടെങ്കിൽ CD നമുക്ക് കിട്ടും. അപ്പൊ നമുക്കറിയാം CO എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ കർവ്. അപ്പൊ ഇത് R ആണ്. പിന്നെ അടുത്ത നമുക്ക് വേണ്ടത് ഈ CO എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലെ? CO അല്ല, OD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. OD നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാലോ. കണ്ടോ ഈ ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? OD എന്ന് പറയുന്ന ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. OD എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇവിടെ എന്താണ്? OD എന്ന് പറയുന്ന ട്രയാങ്കിൾ ഈ നമ്മൾ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ 5/2 വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് ഇതെന്താണ്? ഇത് അഡ്ജസന്റ് സൈഡ് ആണ് അല്ലെ? അഡ്ജസന്റ് സൈഡും ഹൈപ്പോട്ന്യൂസും വെച്ചിട്ടുള്ള റിലേഷൻ നമുക്ക് ഫോം ചെയ്യാം. കാരണം ഇതാ നമുക്ക് അറിയില്ലല്ലോ. അറിയാവുന്നത് എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് ആണ് which is R. അപ്പൊ നമുക്ക് cos 5/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? cos 5/2 is equal to adjacent side OD divided by capital R അല്ലെ?
adjacent side divided by hypotenuse. അപ്പോൾ നമുക്ക് അതിൽ നിന്നും OD is equal to എന്ത് കിട്ടും? OD is equal to R into cos 5/2 എന്ന് എഴുതാം. ഓക്കെ, cos 5/2. അപ്പോൾ നമ്മൾ OD അല്ലെങ്കിൽ DO എന്ന് പറയുന്നത് എന്ത് കിട്ടി? നമുക്ക് cos 5/2, R cos 5/2 എന്ന് കിട്ടി. Then CO എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാലോ, റേഡിയസ് ഓഫ് ദ കർവ് ആണെന്ന്. അപ്പോൾ R മൈനസ് R cos 5/2 എന്നാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. അതിൽ നിന്നും R ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് നമുക്ക് ആ ഒരു ഇക്വേഷൻ കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ട് എഴുതിയതാണ് R into 1 minus cos 5/2. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ എലമെന്റ്സിന്റെ ഒരു റിലേഷൻ അല്ല, ഇതിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഓരോ എലമെന്റ്സിന്റെയും എക്സ്പ്രഷൻ, ഇത്രയും എലമെന്റ്സ് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാനുള്ളൂ. അതായത് കർവ് ലെങ്ത് നമ്മൾ പറഞ്ഞു, ദെൻ ടാൻജന്റിന്റെ ലെങ്ത് പറഞ്ഞു, ദെൻ മിഡ് ഓർഡിനേറ്റിന്റെ ലെങ്ത് പറഞ്ഞു, എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞത്, ടാൻജന്റ് ലെങ്ത് ഒക്കെ പറഞ്ഞില്ലേ. അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു കർവിൽ നിന്ന് എടുക്കുന്ന എക്സ്പ്രഷൻസ്. ഇനി നമുക്ക് ഒരു കർവിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു കർവിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ആർക്കിന്റെ ലെങ്ത് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലെങ്ത് ഓഫ് കോഡ് വെച്ചിട്ടും ഡിഫൈൻ ചെയ്യാം. ഇപ്പോ ഇവിടെ നമ്മളൊരു കർവ് വരച്ചു. ഈ ഒരു കർവ് എന്ന് പറയുന്നത് 30 മീറ്റർ ഉള്ള കർവാണ്. ഓക്കെ, ഈ കർവിന്റെ ലെങ്ത് എപ്പോഴും ഫിക്സഡ് ആണ്. ദെൻ അതിനനുസരിച്ചിട്ടുള്ള ഡിഗ്രിയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? ഫിക്സഡ് ലെങ്ത് ഓഫ് ആൻ ആർക്ക്. ആർക്ക് ലെങ്ത് ഫിക്സഡ് ആക്കി വെച്ചിട്ട് നമ്മൾ അതിന്റെ ഡിഗ്രി ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, അതാണ് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഡ് ലെങ്ത് ഡിഫൈൻ ചെയ്ത് വെക്കാം. അപ്പൊ ആർക്ക് ലെങ്ത് ആണെങ്കിലും കോഡ് ലെങ്ത് ആണെങ്കിലും നമ്മൾ രണ്ടും 30 മീറ്റർ ആക്കിയിട്ടാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, 30 മീറ്റർ ആക്കിയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ 30 മീറ്റർ ആർക്ക് ലെങ്ത്തിന് ആവശ്യമായിട്ടുള്ള ഡിഗ്രി ഓഫ് കർവ്, 30 മീറ്റർ കോഡിന് ആവശ്യമായിട്ടുള്ള ഡിഗ്രി ഓഫ് കർവ്. അങ്ങനെയാണ് നമ്മളൊരു കർവിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, കർവിന്റെ ലെങ്ത് അല്ലെങ്കിൽ നമ്മുടെ കർവിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്, ഡിഗ്രി ഓഫ് എ കർവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ചെയ്തിട്ട് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാം. ഡിഗ്രി ഓഫ് കർവ് വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആൻഡ് ഡിഗ്രി ഓഫ് കർവ് വിത്ത് റെസ്പെക്ട് ടു എ കോഡ് ലെങ്ത്. അപ്പൊ ഇത് രണ്ട് വെച്ചിട്ടും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കർവിന്റെ ഡിഗ്രി കണ്ടുപിടിക്കാം. ഡിഗ്രി ഓഫ് കർവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. നമുക്ക് ഡി എന്ന് എടുക്കാം, ഡിഗ്രി ഓഫ് കർവിനെ ഡി എന്ന് എടുക്കാം. ഓക്കെ, അപ്പോ ഇവിടെ ഫിക്സഡ് ലെങ്ത് ഓഫ് ആർക്കിന്റെ കേസിലും അതുപോലെ ഫിക്സഡ് ലെങ്ത് ഓഫ് കോഡിന്റെ കേസിലും നമുക്ക് രണ്ട് എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യുന്നത് സെയിം എക്സ്പ്രഷൻസ് തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് വേസിൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ, ഫിക്സഡ് ലെങ്ത് ഓഫ് ആൻ ആർക്ക്. The degree of curve may be defined as the central angle of the curve that is subtended by a arc of 30 meter. Okay, ഒരു 30 മീറ്റർ ആർക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സെൻട്രൽ ആംഗിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത്. 30 മീറ്റർ ആർക്ക് ലെങ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഗ്രി, അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത്. In case of fixed length of arc, fixed length of chord ന്റെ കേസിൽ പറയുകയാണെങ്കിൽ the degree of curve may be defined as the fixed central angle of a curve that is subtended by a chord of 30 meter. ഒരു 30 മീറ്റർ കോഡ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, ഇവിടെ കിട്ടുന്ന ഈ സെൻട്രൽ ആംഗിൾ, അതാണ് എന്ത്? ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത്. എന്നാണ് ഫിക്സഡ് ലെങ്ത് ഓഫ് കോഡിന്റെ കേസിൽ നമ്മൾ ഡിഗ്രി ഓഫ് കർവിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ സെൻട്രൽ ആംഗിൾ ആണ് നമ്മുടെ ഡിഗ്രി ഓഫ് കർവ്. നമ്മൾ പറഞ്ഞല്ലോ ഇൻക്ലൂഡഡ് ആംഗിൾ φ എന്ന് പറഞ്ഞല്ലോ, അതിനാണ് നമ്മൾ ഡിഗ്രി ഓഫ് കർവ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പ്രഷൻ നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്
d degree be the angle subtended by an arc of 30 meter length of circle whose radius is r. r radius ഉള്ള ഒരു സർക്കിളിന്റെ 30 മീറ്റർ ലെങ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഗ്രി എന്ന് പറയുന്നത് d ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, അതായത് d നമുക്ക് അറിയില്ല. ഓക്കെ, d ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്? ഡിക്കുള്ള ഒരു എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് ആറിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതായത് ആ ഒരു പർട്ടിക്കുലർ ആർക്കിന്റെ ഡിഗ്രി എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ആ ഡിഗ്രി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാണ്. അപ്പൊ ആദ്യം നമുക്ക് അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. ടോട്ടൽ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് 2πr ആണ് അല്ലെ. നമുക്കറിയാം പെരിമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? 2πr. ഇതെന്താണ്? ഇത് ഒരു സർക്കിളിന്റെ പോർഷൻ ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു സെക്ടർ അല്ലെ. ഒരു സർക്കിൾ, ഒരു വലിയൊരു സർക്കിളിന്റെ ഒരു പോർഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ആർക്ക് ലെങ്ത്, ഈ ബ്ലൂ കളറിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു ആർക്ക് ലെങ്ത് ഞാൻ എത്രയാ കൺസിഡർ ചെയ്തത്? 30 മീറ്റർ അല്ലെ. 30 മീറ്റർ 30 മീറ്റർ ഉള്ള ആർക്ക് ലെങ്ത്തിൽ r റേഡിയസ് ഉള്ള ഒരു സെക്ടർ അല്ലെ, അതിനകത്തുള്ള ഡിഗ്രി ഓഫ് കർവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ 30 മീറ്റർ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ആണ്. ഓക്കെ, ആ ആർക്ക് ലെങ്ത്തിൽ നമുക്ക് കിട്ടുന്ന ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു d ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊരു റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഹോൾ സർക്കിൾ ആണെന്ന് അസ്യൂം ചെയ്യാം. ഇതൊരു ഹോൾ സർക്കിൾ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ഇവിടെ കിട്ടുന്ന ടോട്ടൽ ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി അല്ലെ. 360 ഡിഗ്രി. അപ്പൊ കിട്ടുന്ന ടോട്ടൽ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഒരു സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെ. പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 2πr. അപ്പൊ ഈ സ്മോൾ നമ്മുടെ ഈ ഒരു സർക്കിളിന്റെ ഈ ഒരു കുഞ്ഞു പോർഷൻ, അതായത് ഈ സെക്ടറും ഈ ഹോൾ സർക്കിളും തമ്മിലൊരു റിലേഷൻ നമുക്ക് ഫോം ചെയ്യാം. അതായത് ഡിഗ്രി ഓഫ് കർവ് d ഡിവൈഡഡ് ബൈ 30. 30 എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത്. ഓക്കെ, അപ്പോൾ d ഡിവൈഡ് ബൈ 30 ഈസ് ഈക്വൽ ടു ഡിക്ക് പകരം നമുക്ക് ഇവിടെ ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? 360 ഡിഗ്രി ആയിട്ട് എടുക്കാം. 360 ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. അപ്പൊ ഈ ഒരു സെക്ടറിനെയും ഈ ഒരു സർക്കിളിനെയും കമ്പയർ ചെയ്തിട്ട് ജസ്റ്റ് ഒരു റിലേഷൻ ഉണ്ടാക്കിയേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 2πr എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ d ഡിവൈഡ് ബൈ 30 ഈസ് ഈക്വൽ ടു 360 ഡിവൈഡ് ബൈ 2πr നമുക്ക് എഴുതാം. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? d ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു 30 എഴുതിക്കൂടെ? ഓക്കെ, ഇതിനകത്ത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണുള്ളത്? 6 മാത്രമേ അറിയാത്തുള്ളൂ അല്ലെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ. 360 ഇൻറ്റു 30 എന്ന് പറയുന്നത് എത്രയാണ്? 10800 ഡിവൈഡ് ബൈ 2 നമുക്ക് 2 ഇൻറ്റു 3.14 ചെയ്യാം. ഓക്കെ, അപ്പോൾ 10800 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1718.9 1718.9 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഗ്രി ഓഫ് കർവിനുള്ള ഒരു എക്സ്പ്രഷൻ ആയി. റേഡിയസ് മാത്രം അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? 1718 ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് ചെയ്താൽ നമുക്ക് ആ ഒരു കർവിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ അല്ലെങ്കിൽ ഡിഗ്രി എത്രയാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് d is equal to 1780.9 ഡിവൈഡഡ് ബൈ r എന്ന് എഴുതിയിട്ടുള്ളത്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ എന്ത് കാണാറുണ്ട്? 1720 എന്ന് എഴുതി കാണാറുണ്ട് കേട്ടോ. അതായത് 0.9 നമ്മൾ 1 ആക്കിയിട്ട് റൗണ്ട് അപ്പ് ചെയ്തു, ദാറ്റ് ഈസ് 1719. ദെൻ 1719 ഒന്നുകൂടെ റൗണ്ട് അപ്പ് ചെയ്തിട്ട് 1720 എന്ന് കാണാറുണ്ട്. അതേപോലെ തന്നെ 1719 എന്ന് കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ 1719 എന്ന് പഠിക്കുകയാണ് കുറച്ചുകൂടി ഈസി. ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നവർ ഇങ്ങനെ പഠിക്കുക. ഓക്കെ, അപ്പൊ 1719 എന്ന് പഠിച്ചാലും ഓക്കെയാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് കർവ് നമുക്ക് ആറിന്റെ ടേംസിൽ എങ്ങനെ കണ്ടുപിടിക്കാം? d is equal to 1719 ഡിവൈഡഡ് ബൈ r. ഓക്കെ, റേഡിയസ് ഓഫ് കർവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് കർവ് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ
ഡിഗ്രി ഓഫ് കർവും റേഡിയസ് ഓഫ് കർവും തമ്മിലുള്ള റിലേഷൻ ജസ്റ്റ് നമ്മൾ ആ റിലേഷൻ ഒന്ന് ഇൻ ടേംസ് ഓഫ് ഫിക്സഡ് ലെങ്ത് ഓഫ് ആൻ ആർക്കും അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് ഫിക്സഡ് ലെങ്ത് ഓഫ് എ കോഡും വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡിഗ്രി ഓഫ് കർവ് ബേസ്ഡ് ഓൺ ഫിക്സഡ് ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു 1718.9 ഡിവൈഡ് ബൈ ഡി. അതായത് ഈ 30 മീറ്റർ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഈ ആർക്ക് ലെങ്ത് 30 മീറ്റർ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആറിന്റെ എക്സ്പ്രഷൻ എങ്ങനെ മാറ്റാം? ആർ ഇസ് ഈക്വൽ ടു 1719 ഡിവൈഡ് ബൈ ഡി എന്ന് വെച്ചിട്ട് നമുക്ക് എഴുതാം. അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ ഫിക്സഡ് ലെങ്ത് ഓഫ് കോഡ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതണം? ഈ ഒരു ആർക്ക് ലെങ്ത് ഫിക്സഡ് ആക്കി വെച്ചതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു കോഡ് ലെങ്ത് ഫിക്സഡ് ആക്കി വെച്ചു. ഓക്കെ, ഈ കോഡ് ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ 30 മീറ്റർ ആണെന്ന് ഫിക്സഡ് ആക്കി വെച്ചു. രണ്ട് രീതിയിലും എഴുതാൻ നമുക്ക് കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് 30 മീറ്റർ ഫിക്സഡ് ലെങ്ത് ഓഫ് ആൻ ആർക്ക് വെച്ചിട്ട്, ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കോഡ് ലെങ്ത് 30 മീറ്റർ എന്ന് വെച്ചിട്ട്. ഓക്കെ, ആർക്ക് ലെങ്ത് 30 മീറ്റർ എന്ന് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ എക്സ്പ്രഷൻ തന്നെയാണ് കിട്ടുക. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഇത് ആക്ച്വലി ആർക്ക് ലെങ്ത്തിനുള്ള എക്സ്പ്രഷൻ ആണ്. ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തരുമ്പോൾ ഇതൊന്നും കൂടെ വേണമെങ്കിൽ അപ്പുറത്തേക്ക് എടുത്ത് എഴുതാം. ഓക്കെ, ഇതാണ്ടോ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്താൽ മതി? ബൈ ഫിക്സഡ് ലെങ്ത് ഓഫ് ആൻ ആർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആദ്യം നമ്മൾ 30 എന്നെടുത്തു. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് ഡി എന്നെടുത്തു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ടോട്ടൽ വലിയ സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2πr, അതായത് പെരിമീറ്റർ 2πr എന്ന് എടുക്കാം. ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 360 എന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇത് നമുക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ, അതായത് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 1719.6 തന്നെയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഇതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഇതിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് സെയിം ആസ് ദിസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എഴുതാം. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാഞ്ഞത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫിക്സഡ് ലെങ്ത് ഓഫ് കോഡ് ചെയ്യുമ്പോൾ റേഡിയസ് ഓഫ് കർവ്, അല്ല ഡിഗ്രി ഓഫ് കർവ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇൻ ടേംസ് ഓഫ് റേഡിയസ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുകയാണ് ഫിക്സഡ് ലെങ്ത് ഓഫ് കോഡ് എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് ഡി ആണ്. ഡിഫ്ലക്ഷൻ ആംഗിൾ അല്ല, ഇന്റീരിയർ ആംഗിൾ, അല്ലെങ്കിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയാം. ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത് നമുക്ക് ഡി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഒബ്റ്റെയിൻ ചെയ്യും അല്ലേ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും നമുക്കറിയാം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? 15 മീറ്റർ ആണ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് റേഡിയസ് ആണ്. 15 മീറ്റർ എങ്ങനെയാ വന്നത്? ടോട്ടൽ ലെങ്ത് ഓഫ് കോഡ് എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. അതിന്റെ പകുതിയാണ് നമ്മൾ ഈ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ 30 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 15 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും, ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ട്ന്യൂസും വെച്ചിട്ട് നമ്മൾ ഒരു റിലേഷൻ ഫോം ചെയ്യാണ് അല്ലേ. ഇതാണ് ഹൈപ്പോട്ട്ന്യൂസ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സൈൻ എഴുതാം. അപ്പം സൈൻ d/2 is equal to sin d/2 is equal to എന്ത് എഴുതും? 15 divided by r എന്ന് എഴുതും. അതിന് r is equal to നമുക്ക് എന്ത് എഴുതാം? r is equal to, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, r is equal to 15 divided by sin d/2. 15 divided by sin d/2 എന്ന് എഴുതാം. sin d/2 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? r is equal to 15 divided by sin d/2 എന്ന് കിട്ടി. നമുക്ക് sin d/2 എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ, ഈ d/2 എന്ന് പറയുന്ന ആംഗിൾ വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് sin d/2 is approximately equal to d/2 എന്ന് എഴുതാം. sin d/2 ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങളൊന്ന് എഴുതി ചേർക്കുക കേട്ടോ. sin d/2 is approximately equal to t/2 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇതിന്റെ സൈൻ ഇവിടുന്ന് പോയി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 15 divided by d/2 എന്ന് എഴുതാം. ഈ d/2 എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് എന്തിലാണ് തന്നിട്ടുള്ളത്? റേഡിയനിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 5/180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം.
അപ്പോൾ d/2 എന്ന ആംഗിളിനെ π/180 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? r is equal to 15 divided by 360 divided by πd. അതായത് ഈ 180 into 2 ചെയ്യുമ്പോൾ നമുക്ക് 360 എന്ന് കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി അങ്ങനെ 15 into 360 divided by πd which is equal to 5400 divided by 5 πd എന്ന് വന്നു. then പൈയുടെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ 5400 divided by 3.14 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1718.9 divided by d തന്നെയാണ്. രണ്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിഗ്രി ഓഫ് കർവിനുള്ള എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് d is equal to നമുക്ക് എന്ത് എഴുതാം? d is equal to 1719 divided by 6 എന്ന് എഴുതാം. ഓക്കെ, സെയിം ആസ് പ്രീവിയസ്. അതിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാ ഡിറൈവ് ചെയ്യാന്ന് മാത്രം. ഓക്കെ, ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല, ഞാൻ വെറുതെ നിങ്ങൾക്ക് എങ്ങനെയാ വന്നെന്നുള്ളത്, ആ എക്സ്പ്രഷൻ എങ്ങനെയാ വന്നെന്നുള്ളതൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തത് നമുക്ക് ജിയോമെട്രിക്സ് ഓഫ് കർവ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അതായത് ജിയോമെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ്. ഫസ്റ്റ് വൺ, ദ ടു straights intersect at a chainage of 2500 meter and the angle of intersection is 120 degree. If the radius of simple curve to be introduced is 600 meter, find the following. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ടാൻജന്റ് ഡിസ്റ്റൻസ്, ലെങ്ത് ഓഫ് കർവ്, ചെയിനേജ് ഓഫ് പോയിന്റ് ഓഫ് കമൻസ്മെന്റ്, ചെയിനേജ് ഓഫ് പോയിന്റ് ഓഫ് ടാൻജൻസി, ദെൻ ലെങ്ത് ഓഫ് കോഡ്. അങ്ങനെ 5 കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതൊക്കെ എന്താന്നുള്ളതും എങ്ങനെയാ ഡിറൈവ് ചെയ്യാന്നുള്ളതും എക്സ്പ്രഷൻ എന്താന്നുള്ളതും നമ്മൾ പ്രീവിയസ് പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് ഒന്നുകൂടി അനലൈസ് നോക്കാം. 2 സ്ട്രൈക്സ് ഇന്റർസെക്ട് അറ്റ് ചെയിനേജ് ഓഫ് 2500 മീറ്റർ. അതായത് 2 സ്ട്രൈറ്റുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത് എത്ര മീറ്റർ ചെയിനേജിലാണ്? 2500 മീറ്റർ ചെയിനേജിൽ. The angle of intersection is 120 degree. Angle of intersection എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ angle of intersection 120 degree. If the radius of the simple curve to be introduced is, അതായത് നമുക്ക് ഈ സ്ട്രൈറ്റിന്റെ ഇടയ്ക്ക് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം? ഒരു സിമ്പിൾ കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 600 മീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരു കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇങ്ങനെ അല്ലെ, ഇങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 600 മീറ്റർ ആണ്. 600 മീറ്റർ ആണ് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ഫോളോയിങ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമുക്ക് അതിന്റെ ഫിഗർ നോക്കാം. റേഡിയസ് എന്ന് പറയുന്നത് 600 ആണ്. അതേപോലെ തന്നെ ഇൻക്ലൂഡ് നമ്മുടെ ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് 120 ആണ്. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ ഉള്ള ചെയിനേജ് എന്ന് പറയുന്നത് 2500 ആണ്. 2500 മീറ്റർ ആണ്. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ടാൻജന്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ടാൻജന്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് തന്നിട്ടുള്ളത് ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടെയുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ എത്രയാന്നുള്ളതാണ് വേണ്ടത്. കാരണം എന്താ? ഇവിടുത്തെ ഡിഫ്ലക്ഷൻ ആംഗിൾ എത്രയാണോ അതന്നെയായിരിക്കും ഇവിടെ തന്നിട്ടുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ. ഓക്കെ, ഈ ഇൻക്ലൂഡഡ് ആംഗിൾ ഉണ്ടെങ്കിലേ നമുക്ക് ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഫൈ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇവിടെ നമുക്ക് 120 ഡിഗ്രി ഇന്റർസെക്റ്റിംഗ് ആംഗിൾ ആണെന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ആംഗിൾ ഓഫ് ദിസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് അല്ലെ. ഇത് 180 ആണ്. കാരണം ഈ ഒരു ലൈനിന്റെ മുകളിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ്. അപ്പോൾ ഇത്രയും പോർഷൻ 120 ആണ്. അപ്പോൾ ബാക്കി എത്രയായിരിക്കും? 180 മൈനസ് 120. ഓക്കെ, അത് നമുക്ക് എന്ത് കിട്ടി? 60 ഡിഗ്രിന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഡിഫ്ലക്ഷൻ ആംഗിൾ നമുക്ക് 60 ഡിഗ്രിന്ന് കിട്ടി. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഡിഗ്രി ഓഫ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഗ്രി ഓഫ് കർവ് നമുക്ക് എന്ത് കിട്ടി? 60 ഡിഗ്രിന്ന് കിട്ടി. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടാൻജന്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്.
ടാൻജന്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്ട് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ടാൻജന്റ് ലെങ്ത്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പ്രഷൻ പെട്ടെന്ന് കിട്ടിയില്ല വെച്ചാൽ നിങ്ങൾ ഇതൊന്ന് വരച്ചു നോക്കുക. ടാൻജന്റ് ഡിസ്റ്റൻസ് എന്താന്നുള്ളത് ആദ്യം ഒരു ബോധ്യം വേണം. ഓക്കെ, ടാൻജന്റ് ഡിസ്റ്റൻസ് എന്താന്നുള്ളത് ആദ്യം നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടാൻജന്റ് ലെങ്ത് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ഇത് നമുക്കറിയാം എത്രയാണ്? 60/2 അല്ലെ? 60 divided by 2 that is 30. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇതല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും പിന്നെ അഡ്ജസന്റ് സൈഡുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ടാൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പൊ ടാൻ 60/2 ടാൻ 60 divided by 2 is equal to എന്തെഴുതാം? ടാൻജന്റ് ഡിസ്റ്റൻസ് T1i divided by 600. ഓക്കെ, അന്ന് T1i is equal to എന്തെഴുതാം? T1i is equal to 600 into tan 30 അല്ലെ? tan 60/2 എന്ന് പറയുമ്പോൾ tan 30. ഓക്കെ, അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്രഷൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ടാൻജന്റ് ഡിസ്റ്റൻസ് T1i is equal to r tan 5/2. അതിനകത്ത് r നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. r is equal to 600. then 5 is equal to 5/2 is equal to 60/2. ഓക്കെ, 5 is equal, ഇതൊക്കെ എഴുതി വെച്ചോളൂ. 5/2 അല്ലെങ്കിൽ 5 is equal to 60 എന്നുള്ള 5 is equal to 60. then deflection angle D is equal to 60. deflection angle ഏതെങ്കിലും ഒന്നായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ 600 into tan 60/2 is equal to നമുക്ക് എന്ത് വന്നു? 346.41 എന്ന് വന്നു. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 346.41 എന്നാണ്. ഓക്കെ, tan 60/2 എന്ന് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് 60/2 30 അല്ലെങ്കിൽ 600 into tan 60 divided by 2 എന്ന് ഒരിക്കലും ചെയ്യരുത്. tan into 60/2 ചെയ്യുക. അതായത് tan into 30 into 600 തന്നെ ചെയ്യുക. കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ എല്ലാ പ്രോബ്ലംസും ഒന്ന് ചെയ്ത് തന്നെ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല എക്സ്പ്രഷൻസിനും നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാൽക്കുലേഷൻ ആവില്ല വേണ്ടി വരിക. കാരണം ഈ ബൈ ഇടുന്നതും അത് ബ്രാക്കറ്റ് ഇടാതെ പോകുന്നതും ഒക്കെ വളരെ അപകടമാണ്. then അടുത്തത് ലെങ്ത് ഓഫ് കർവ്. ലെങ്ത് ഓഫ് കർവ് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടോ, ഈ ഒരു കർവ് ലെങ്ത് ആണ്. ഈ ഒരു കർവ് ലെങ്ത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ കർവ് ലെങ്ത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് എന്ത് വരണം? ഒരു സെക്ടർ വരണം. സെക്ടറിന്റെ പെരിമീറ്റർ, സെക്ടറിന്റെ കർവ് ലെങ്ത് വരണം. അപ്പോൾ കർവ് ലെങ്ത് ഓഫ് ദ സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? r into phi ആണ്. അതായത് റേഡിയസ് ഓഫ് ദാറ്റ് സെക്ടർ into phi. phi എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇൻക്ലൂഡഡ് ആംഗിൾ അല്ലെ? അപ്പോൾ ആ phi എന്ന് പറയുന്നത് എന്തിലാണ്? റേഡിയനിലാണ്. അപ്പോൾ നമ്മളതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് π/180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് r5 into π/180. ഓക്കെ, ഇതിനകത്ത് r 600 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, phi എന്ന് പറയുന്നത് 60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? π into 600 into 60 divided by 180 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ കർവ് ലെങ്ത് എന്ന് പറയുന്നത് 628.32 എന്ന് കിട്ടി. അത്രയും മീറ്റർ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്, മീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ചേഞ്ച് ഓഫ് പോയിന്റ്, ചേഞ്ച് ഓഫ് ദ പോയിന്റ് ഓഫ് കമൻസ്മെന്റ്, ചെയിനേജ് ഓഫ് പോയിന്റ് ഓഫ് ദ കമൻസ്മെന്റ്. നമ്മുടെ ഇതിനകത്ത് ചെയിനേജുകളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള ചെയിനേജ് എന്ന് പറയുന്നത് 2500 മീറ്റർ ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ ചെയിനേജ് ചെയ്യുമ്പോൾ, അതായത് ചെയിനിങ് നമ്മൾ ചെയ്യുമ്പോൾ ഡയറക്ഷൻ ഓഫ് ചെയിനേജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് നമ്മൾ ഫോർവേഡ് ഡയറക്ഷനിലാണ് എപ്പോഴും ചെയിൻ ഇടുന്നത്. അപ്പൊ അത് ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ 2500 ആണെച്ചാൽ ഇത് 2500 ആണെച്ചാൽ ഇപ്പുറത്തായിരിക്കും 2600 വരിക, ഇപ്പുറത്ത് 2700, ഇങ്ങോട്ട് എത്രയായിരിക്കും? 2400, 2200, 300, അങ്ങനെ അങ്ങനെ ബാക്കിലോട്ടാണ് പിന്നെ ഇങ്ങനെ പോരുക. കാരണം നമ്മൾ സർവേ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ലെങ്ത് അങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കൂടിക്കൂടി വരിക. ചെയിനിങ്ങിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ചെയിനേജ് എത്രയാന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു പോയിന്റിലുള്ള ചെയിനേജ് ടേപ്പ് വെച്ചിട്ട് ലെങ്ത് അളക്കുന്നത് പോലെയല്ല നമ്മൾ ചെയിനേജ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്.
ഈ ഒരു പോയിന്റിന്റെ ചെയിനേജ് എന്ന് പറയുന്നത് 2500 ആണ്. അത് നമുക്കറിയാം. ഇവിടുത്തെ ചെയിനേജ് എത്രയായിരിക്കും? 2400, 2300, 2200 അങ്ങനെ അങ്ങനെ പുറത്ത് പോകും. അപ്പൊ ഇവിടെ എത്തുമ്പോൾ എത്രയാണ് ചെയിനേജ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ചെയിനേജിൽ നിന്നും ടോട്ടൽ ഈ ടാൻജന്റ് ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ പോരെ? അപ്പൊ ഈ ടാൻജന്റ് ഡിസ്റ്റൻസ് എത്രയാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ടാൻജന്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടാൻജന്റ് ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണോ? ടാൻജന്റ് ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണല്ലേ? 346.41. അപ്പൊ എന്ത് ചെയ്താൽ മതി? 2500 മൈനസ് 346.41. അതായത് ചെയിനേജ് അറ്റ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ മൈനസ് ടാൻജന്റ് ലെങ്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയിനേജ് അറ്റ് പോയിന്റ് ഓഫ് കമൻസ്മെന്റ് കിട്ടും. ചെയിനേജ് അറ്റ് പോയിന്റ് ഓഫ് കമൻസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലുള്ള ചെയിനേജ്. ചെയിനേജ് അറ്റ് പോയിന്റ് ഓഫ് കമൻസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലുള്ള ചെയിനേജ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയിനേജ് എത്രയാ കിട്ടുക എന്നുള്ളത് 2500 മൈനസ് ടാൻജന്റ് ലെങ്ത് ചെയ്താൽ മതി. ഇവിടുത്തെ 2500 മൈനസ് ഈ ടോട്ടൽ ടാൻജന്റ് ലെങ്ത്. അപ്പൊ എത്രയാന്ന് വന്നു? 2500 മൈനസ് 364.41 എന്ന് പറയുന്നത് 2153.59. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ചെയിനേജ് എത്രയാണ്? 2153.5. ഓക്കെ, ഈ പോയിന്റ് വരെയുള്ള ചെയിനേജ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ചെയിനേജ് അറ്റ് പോയിന്റ് ഓഫ് ടാൻജൻസി. ഇതാണ് പോയിന്റ് ഓഫ് ടാൻജൻസി. ഈ T2 എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ് പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഓഫ് ടാൻജൻസിയിലുള്ള ചെയിനേജ് ആണ് നമ്മളോട് അടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയിൻ ഇടാൻ പോകുന്നത് ഈ കർവിലൂടെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ കർവിലൂടെയാണ് ചെയിന് ലേ ചെയ്യാൻ പോകുന്നത്. അത് ഈ സെറ്റിംഗ് ഔട്ട് ഓഫ് കർവ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ ചെയിന് ഈ കർവിലൂടെയാണ് അടുത്തത് ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടാൻജൻസിയിൽ എത്തുമ്പോൾ അവിടെയുള്ള ചെയിനേജ് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ കർവിലൂടെ ഇങ്ങനെ ചെയിനിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇത് ഏതാ ഡയറക്ഷൻ? ഇതാണ് സർവേ ഫോർവേഡ് ചെയ്യുന്ന ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇത് കൂടെയാണ് നമ്മൾ ഈ സെയിം ഡയറക്ഷനിലൂടെയാണ് നമ്മൾ ചെയിൻ ഇടുന്നതെങ്കിൽ നമ്മുടെ ചെയിൻ ലെങ്ത് കൂടെ ആഡ് ചെയ്യാണ് വേണ്ടി വരിക. ചെയിനേജ് നമ്മൾ ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ചെയിൻ ഇടുന്നതെങ്കിൽ നമ്മൾ അവിടുന്ന് മൈനസ് ആയിരിക്കും ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് നമ്മൾ സർവേ ഫോർവേഡ് ചെയ്യുന്ന ഡയറക്ഷൻ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഇവിടെ ഈ T1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ 2500 നിന്നും ഈ ഒരു ടാൻജന്റ് ലെങ്ത് മൈനസ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഈ കർവ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ തൊട്ടിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടിട്ട് ഇതുവരെയുള്ള അങ്ങനെ ഈ ഒരു ഡിസ്റ്റൻസ് പോയിട്ട് പിന്നെ ഇവിടെ എത്തുമ്പോൾ ഉള്ള ആ ചെയിനേജ് എത്രയാന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചെയിനേജിന്റെ കൂടെ നമുക്ക് ഈ ഒരു കർവ് ലെങ്ത് ആഡ് ചെയ്താൽ മതി. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കർവ് ലെങ്ത് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം. കർവ് ലെങ്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ. കർവ് ലെങ്ത് എന്ന് പറയുന്നത് 628.32 ആണ്. അപ്പോൾ ഈ ഒരു T1 പോയിന്റിലുള്ള ചെയിനേജ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 2153. ഇപ്പൊ 2153 പ്ലസ് എന്ത് ചെയ്താൽ മതി? 628.32. ആണ് കേട്ടോ. 628.32. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2781.91 കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ T1 എന്ന് പറയുന്ന ഈ പോയിന്റിലുള്ള ചെയിനേജ് എന്ന് പറയുന്നത് എത്രയാണ്? T2 എന്ന് പറയുന്ന ഈ പോയിന്റിലുള്ള ചെയിനേജ് എന്ന് പറയുന്നത് 2781.91 ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ലെങ്ത് ഓഫ് കോഡ് ആണ്. അതാണ്ട് ഈ കോഡ് ലെങ്ത് എത്രയാണ്? ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എക്സ്പ്രഷൻ ഓർമ്മയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്യാൻ പറ്റും. കാരണം ഇത് D ആണ്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്, അഡ്ജസൻറ്റ് സൈഡ് നമ്മളെ കയ്യിലുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ആണ്, ഇത് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും കൂടെ വരുന്നത് എന്താണ്? സൈൻ ആണ് അല്ലേ? അപ്പൊ സൈൻ
d/2 എത്രയാണെന്നുള്ളത് നോക്കിയാൽ മതി. sin d/2 is equal to എന്ത് വരും? ഈ ഒരു ടാൻജന്റ് ലെങ്ത്, ഈ ഒരു ലെങ്ത് ഓഫ് കോഡ്, ഹാഫ് ദ ലെങ്ത് ഓഫ് കോഡ് ഡിവൈഡഡ് ബൈ r 600 എന്ന് വരും. എന്നിട്ട് നമുക്ക് ഹാഫ് ദ ലെങ്ത് ഓഫ് കോഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? ഹാഫ് ദ ലെങ്ത് ഓഫ് കോഡ് is equal to sin d/2 divided by r into sin d/2 അല്ലേ? r into sin d/2, sin d/2 into r. ഇതെന്താണ്? ഹാഫ് ആണ്. അപ്പൊ ഫുള്ള് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2 into sin d/2, 2 into r sin d/2 എന്നുണ്ട് കേട്ടോ. r sin d/2. ഓക്കെ, അപ്പൊ 2 into r ന് പകരം നമുക്ക് എന്ത് എഴുതാം? 600 എന്ന് എഴുതാം. ഇൻറ്റു d/2, d/2 എന്ന് പറയുന്നത് d ആംഗിൾ എത്രയാണ്? 60 ആണ്. അപ്പൊ d/2 30. ഓക്കെ, അപ്പൊ 2 into 600 into sin 30 which is equal to 600 meters. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഈ കർവിന്റെ എലമെന്റ്സ് കണ്ടുപിടിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് 8 മാർക്കിന് എല്ലാ തവണയും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആരും ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടി നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇത് ഞാൻ സ്പീഡിൽ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ഇല്ല കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത് നിങ്ങൾ ഒന്ന് നോക്കുക. അടുത്ത ക്ലാസ്സിൽ ടൈം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങളിതൊന്ന് നോക്കിയാൽ മതി. കാരണം നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം നമ്മോട് പറഞ്ഞിരിക്കുന്നത് 2 straight lines AB and BC intersect at a chainage of 2060 meter. The intersecting angle is being 140 degree. Calculate the radius and chainage of the tangent points of the circular curve connecting the two lines if D is equal to 60 degree. 6 degree. ഇതിനകത്ത് നമുക്ക് ഡിഫ്ലക്ഷൻ ആംഗിൾ തന്നിട്ടുണ്ട്, ഇന്റർസെക്റ്റിംഗ് ആംഗിൾ തന്നിട്ടുണ്ട്, ചെയിനേജ് അറ്റ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനും തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് റേഡിയസ് ആണ്. ഓക്കെ, അപ്പൊ റേഡിയസും അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ ആംഗിളും തമ്മിൽ ഉള്ള റിലേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ? r is equal to നമുക്ക് എന്തറിയാം? r is equal to 1718.9 divided by d. ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേഡിയസ് എത്രയെന്ന് കണ്ടുപിടിക്കാം അല്ലെ? റേഡിയസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റത് കണ്ടുപിടിക്കാൻ സുഖമല്ലേ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെയിനേജ് ഓഫ് ടാൻജന്റ് പോയിന്റും സർക്കുലർ കർവ് കണക്ട് അതൊക്കെ തന്നെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് എത്ര കിട്ടിയത്? r is equal to 1718.9 divided by 6 അല്ലെ? ഡിഫ്ലക്ഷൻ ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട് 6 ആണെന്ന്. അപ്പൊ ഡിവൈഡ് ബൈ d എന്ന് പറയുമ്പോൾ d is equal to 6. അപ്പൊ 1718.9 divided by 6, അപ്പൊ 286.48 മീറ്ററിന് വരും റേഡിയസിന്റെ ലെങ്ത്. ദെൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ടാൻജന്റ് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. ടാൻജന്റ് ലെങ്ത് അല്ല, ചെയിനേജ് അറ്റ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ചെയിനേജ് ഓഫ് ടാൻജന്റ് പോയിന്റ്സ്. ടാൻജന്റ് പോയിന്റ്സിലുള്ള ചെയിനേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ടാൻജന്റ് പോയിന്റ് ഓഫ് ടാൻജൻസി ആയിരിക്കും ഈ ടാൻജന്റ് പോയിന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് ഈ T2 പോയിന്റ് ആണ്. ഈ T2 പോയിന്റിലുള്ള ചെയിനേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെയോ കണ്ടുപിടിക്കണം നിങ്ങൾ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനുള്ള ചെയിനേജ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ അത് എത്രയാണ്? 2060. അപ്പൊ ഇത് 2060 ആണെന്ന് നമുക്കറിയാം. ഇത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? പോയിന്റ് ഓഫ് കമൻസ്മെന്റിൽ എത്രയാ ചെയിനേജ് വരിക എന്നുള്ളത് കണ്ടുപിടിക്കണം. പോയിന്റ് ഓഫ് കമൻസ്മെന്റിൽ എത്രയാ ചെയിനേജ് വരിക എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടാൻജന്റ് ലെങ്ത് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനകത്ത് ഒന്നും എടുത്തെടുത്ത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ അതൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാൻജന്റ് ലെങ്ത് നമുക്ക് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ ഈ കർവ് ലെങ്ത് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ എന്ത് ചെയ്താൽ മതി? 2060 കൂടെ
ഈ ടാൻജന്റ് ലെങ്ത് എത്രയാണെന്നുള്ളത് മൈനസ് ചെയ്യുക, ദെൻ അതിന്റെ കൂടെ ഈ ഒരു കർവ് ലെങ്ത് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് പോയിന്റ് ഓഫ് ടാൻജൻസിയിൽ എന്ത് കിട്ടും? ചെയിനേജ് കിട്ടും. ഓക്കെ, ഇതുണ്ടോ ഇവിടെ ടാൻജന്റ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം r tan 5/2 ആണെന്ന്. r എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു 286.48 ആണെന്ന്. പിന്നെ നമുക്ക് ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ് അറിയാത്തത്, അതിന് പകരം ഇന്റർസെക്റ്റിംഗ് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിളിൽ നിന്ന് ഇന്റർസെക്റ്റിംഗ് ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇന്റർസെക്റ്റിംഗ് ആംഗിൾ ആണ് 140 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇന്റർസെക്റ്റിംഗ് ആംഗിൾ, ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ്. ടോട്ടൽ 180 മൈനസ് 140 ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫ്ലക്ഷൻ ആംഗിൾ 40 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ത് വന്നു? 40 എന്ന് വന്നു. ദെൻ 5/2 എന്ന് പറയുമ്പോൾ 40/2, അപ്പം 286.48 ഇൻറ്റു tan 20. അപ്പോൾ നമുക്ക് ടാൻജന്റ് ലെങ്ത് എന്ന് പറയുന്നത് 104.27 കിട്ടി. ഈ ഒരു ടാൻജന്റ് ലെങ്ത് 104.27 കിട്ടി. അപ്പോൾ ടോട്ടൽ 2060 മൈനസ് 104 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പോയിന്റ് ഓഫ് കമൻസ്മെന്റിലെ ചെയിനേജ് കിട്ടും. ചെയിനേജ് അറ്റ് പോയിന്റ് ഓഫ് കമൻസ്മെന്റ് എന്ന് പറയുന്നത് 2060 മൈനസ് 104. അപ്പോൾ നമുക്ക് 1955.73 കിട്ടി, അത്രയും മീറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ കർവ് ലെങ്ത്തും കൂടെ ആഡ് ചെയ്യണം. കർവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? r5 ആണ്. അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട്, റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. r എന്ന് പറയുന്നത് 286.48 ഇൻറ്റു 5 എന്ന് പറയുന്നത് 40 ബൈ ഇൻറ്റു 5/180. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ 200 മീറ്റർ എന്നാണ് കർവ് ലെങ്ത് കിട്ടിയത്. ദെൻ എന്ത് ചെയ്താൽ മതി? 1955 കൂടെ 200 മീറ്റർ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയിനേജ് അറ്റ് പോയിന്റ് ഓഫ് ടാൻജൻസി കിട്ടും. ഓക്കെ, 1955.73 പ്ലസ് 200, അപ്പോൾ 2185 എന്ന് കിട്ടി. അതാണ് എന്ത്? ടാൻജൻസി, പോയിന്റ് ഓഫ് ടാൻജൻസിയിലുള്ള ചെയിനേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് നമ്മുടെ ജിയോമെട്രിക്സ് ഓഫ് ആൻ സർക്കുലർ കർവ്, അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം, പിന്നെ അതേപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ഡിഗ്രി ഓഫ് കർവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.